നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വളരെയധികം മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ട്. മുമ്പുള്ളവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? മോദിജിക്ക് എന്തുകൊണ്ട് സാധിച്ചു? നിശ്ചയമായിട്ട് ആ വിഷയം നമ്മൾ പഠിച്ച് എടുക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഗതാഗതം വളരെ പരിഷ്കരിച്ചു. റോഡ് ശൃംഖല മുമ്പെങ്ങും ഉണ്ടാകാത്തത്ര വളരെ പെട്ടെന്ന് വളരെയധികം വികസിച്ചു. നല്ല റോഡുകൾ, ട്രെയിൻ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ട്രെയിനുകൾ വന്നു. റെയിൽവേ കോച്ചുകൾ എല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. മലമൂത്രങ്ങളുടെ ഗന്ധമില്ലാതെ ഒരു റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയാലും അത് തന്നെ അവസ്ഥ ഇടയ്ക്ക്. ഈ അവസ്ഥ മാറി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ത് ക്ലിയർ ആയിട്ടുണ്ട്. മലമൂത്രങ്ങളൊന്നും ഒരിക്കലും ട്രാക്കിലങ്ങ് വീഴുന്നില്ല. അതൊക്കെ വേണ്ടതുപോലെ പ്രോസസ്സ് ചെയ്ത് നീക്കം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീയുടെ ഒരു വലിയ ശാപമായിട്ട് തുടർന്നു വരുന്നത്, എന്നും എക്കാലവും ഉണ്ടായിരുന്നത് വിളർച്ച, ആവശ്യത്തിലുള്ള രക്തമില്ലായ്ക ഇന്ത്യൻ സ്ത്രീയുടെ ഒരു ശാപമാണ്. 75% സ്ത്രീകൾക്കും ഈ പ്രശ്നം ഇന്ത്യയിലുണ്ടായിരുന്നു. അനേക കൊല്ലങ്ങളായിട്ടുണ്ടിത്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ നിരന്തരമായ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിച്ചിട്ടാണ്. ഈ പുകയിലുള്ള കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് വിഷവാതമുണ്ട്. ഇപ്പോൾ എല്ലാ പുകയിലും ഉണ്ട് ഈ കാർബൺ മോണോക്സൈഡ്. പുകയോടൊപ്പം ചേർന്ന് അത് ഉണ്ടാകുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് വലിയ വിഷമാണ്. അത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ രക്തത്തിൻ്റെ അളവ് കുറയ്ക്കും, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് എന്ത് മനസ്സിലാക്കിയത്? ഇതിനു മുമ്പുള്ളവർക്കും മനസ്സിലാകാൻ എന്താ? അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പരമാവധി ഗ്യാസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. സ്ത്രീകളുടെ ആരോഗ്യമാണ് അവിടെ കണക്കിലെടുത്തത്. വിറകടുപ്പം കൊണ്ടിരുന്ന ആ പുക ശ്വസിച്ചാൽ പിന്നെ ധാരാളം ചുമ്മിനിയുള്ള വീടുകൾ അനുവദിച്ചു കൊടുത്തു. വീടുകൾ ചിമ്മിനിയോട് ചേർത്ത് പണിയാൻ തക്ക തുക അനുവദിച്ചു. അങ്ങനെ ചിമ്മിനിയുള്ള വീടുകളായപ്പോൾ വീണ്ടും ആശ്വാസമായി, വളരെയധികം ആശ്വാസമായി. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. പുതിയ തലമുറ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടാവണം. ആരോഗ്യമുള്ള സ്ത്രീയിൽ നിന്നേ അടുത്ത തലമുറ നന്നായിരിക്കുകയുള്ളൂ, ആരോഗ്യമുള്ളവർ ഉണ്ടാവുകയുള്ളൂ. ഇത് എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. അത് പ്രാവർത്തികമാക്കി ഇവിടെ. അത് ആ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സ്ത്രീയിൽ ആ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ സമ്പത്താണ് ആരോഗ്യമുള്ള സ്ത്രീ. അത് മനസ്സിലാക്കാൻ അദ്ദേഹം വേണ്ടി വന്നു. ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടെങ്കിലേ രാജ്യം പുരോഗമിക്കൂ. അവർക്ക് ഒത്തിരി സാധ്യതകളുള്ളവരെ സ്ത്രീകൾ. അതായത് കാമധേനുക്കൾക്ക് സമമാണ് സ്ത്രീയുടെ യോഗ്യതകൾ. അത്ര ഉന്നത തലത്തിൽ നിൽക്കുന്നതാണ് സ്ത്രീയുടെ യോഗ്യത. അതിലൂടെയാണ് തലമുറകൾ മുന്നോട്ട് വരുന്നത്. ഉയർന്ന രീതിയിലുള്ള ഉയർന്ന കപ്പാസിറ്റിയുള്ള ആൾക്കാർ ജനിക്കണമെങ്കിൽ സ്ത്രീ നന്നായിരിക്കണം. ഇതുപോലുള്ള അനേക കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ളത്. പറഞ്ഞാൽ തീരാത്ര കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. സ്ത്രീകളുടെ ആരോഗ്യം, സ്ത്രീകളുടെ വ്യക്തിത്വം, സ്ത്രീകളുടെ ഉയർച്ച, എല്ലാ വിധത്തിലും ആരോഗ്യപരമായും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത വലിയ വലിയ കാര്യങ്ങളാണ്. നിയമങ്ങൾ പലതും പാസ്സാക്കി, ഇന്നും പാസ്സാകാത്ത നിയമങ്ങൾ പാസ്സാക്കി സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷനും സ്ത്രീകൾ കൊടുക്കുന്നു. അത് ഒരു വലിയൊരു നേട്ടമാണ് സത്യത്തിൽ ഭാരതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതടുത്ത തലമുറകളിൽ അറിയാം, ഈ അടുത്ത കാലങ്ങളിൽ അറിയാൻ പറ്റുമോ അതിൻ്റെ ഗുണം എന്താണ്, സ്ത്രീയുടെ ആരോഗ്യം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങും. ഉടനെ തന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തന്നെ. ഇത് ഇത്രയും പ്രതിഭ ഉള്ള ഒരാളിന് എവിടെ നിന്ന് വന്നു ഈ പ്രതിഭ? ഒരു സാധാരണ മനുഷ്യൻ, ഒരു ചായക്കട നടത്തിയിരുന്ന ആൾ, പാരമ്പര്യവും അത് തന്നെയാണ്. ഒരു ചായക്കടക്കാരൻ്റെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹവും.
ഇത്രയും ഉന്നത തലത്തിലെത്താൻ ഒരു പ്രധാന കാരണം നമ്മൾ കേരളം അന്വേഷിച്ച് ചെന്നാൽ ഒരിടത്തെ നമ്മൾ ചെന്നെത്തും. അതാണ് സനാതനധർമ്മം. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. മതം എന്ന് പറയുന്ന ശുഷ്കമായ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒന്നിൽ ഉൾപ്പെടുത്തിയ ഒരു പേര്, നമ്മൾ വിളിപ്പേര് മാത്രമാണ് ഹിന്ദുമതം. അതല്ല അതിൻ്റെ അർത്ഥം വ്യാപ്തി വെച്ച് ആ ഒരു പേര് ഒരിക്കലും യോജിക്കുകയില്ല സനാതനധർമ്മത്തിന്. സനാതനധർമ്മത്തിലെ മനുഷ്യനെക്കുറിച്ചാണ് വലിയ വിലയിരുത്തൽ. ഇവിടുത്തെ ഇന്ത്യൻ ജനതയിൽ എല്ലാ അറിവും ഉറങ്ങിക്കിടപ്പുന്നുണ്ട്. 3 തലങ്ങളിലുള്ള മനസ്സിൻ്റെ പ്രവർത്തനം, മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനം: അബോധതലം, ഉപബോധതലം, ബോധതലം. ഈ 3 തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ സനാതനധർമ്മം. നമ്മളുടെ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം ഉള്ള ആശയങ്ങൾ ഈ 3 തലങ്ങളിൽ സ്പർശിച്ചുള്ളതാണ്. അതാ സാധാരണ മനുഷ്യന് മനസ്സിലായില്ലെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഇത് ആചാര രൂപേണ ക്ഷേത്രങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ആരാധന ശരിക്കും ആശയം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പോലും അതനുസരിച്ചാൽ മതി, നമ്മളിലേക്ക് ഈ മനസ്സിൻ്റെ 3 തലങ്ങൾ ഒരുപോലെ ഉണർന്നു വരുന്നത് കാണാം. ഈ ആചാരങ്ങൾ മുഴുവൻ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബുദ്ധി കുറവോ കൂടുതലോ ഒന്നും ബാധകമല്ല ഇവിടെ. അത് കുറഞ്ഞാലും കൂടിയവർക്ക് ഒരുപോലെ ഗുണം കിട്ടാൻ വേണ്ടി നമ്മുടെ മഹാന്മാരായ ഋഷികൾ രൂപകൽപ്പന ചെയ്തതാണ് ഈ ക്ഷേത്ര ആചാരങ്ങൾ മുഴുവൻ. നമ്മളുടെ പുരാണ കഥാപാത്രങ്ങളെ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സനാതനധർമ്മം എന്താണെന്ന് നമ്മൾ അതിൽ മാത്രമേ ഇത്രയും ഉന്നതന്മാരായ വ്യക്തികൾ രൂപം കൊള്ളുകയുള്ളൂ. സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഇത്രയും ഉന്നത തലത്തിലെത്താൻ ചിന്തിക്കാൻ പറ്റൂ. അതാണ് മോദിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പട്ടേലിലൂടെ മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്, മറ്റു പലരിലും വന്നിട്ടുണ്ട്. പട്ടേൽ അന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇങ്ങനത്തെ ഉള്ള ഒരു ഇന്ത്യ ആയിരിക്കില്ല, നമ്മുടെ ഭൂപടം ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. അത്ര ഉന്നത തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചത്. ബുദ്ധി എന്ന് പറഞ്ഞ ഈ 3 തലങ്ങളാണ്: അബോധം, ഉപബോധം, ബോധതലം. ഈ 3 തലങ്ങളും പ്രവർത്തിച്ചിട്ടാണ് ഇത്രയും പ്രതിഭ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ നമ്മുടെ പട്ടേലിന്. ഇതുപോലെ ഉന്നതന്മാർ ധാരാളമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല 2 മാതൃകകളാണ് നമ്മുടെ പട്ടേലും നമ്മുടെ മോദിജി. ഇവർ 2 പേരാണ് ഇന്ത്യക്ക് വേണ്ടി തന്നെ. അവർക്കിത് അനായാസമാണ് ചെയ്യുന്നത്, വലിയ ആയാസം അല്ല. അനായാസം അവരിൽ ഇതിൽ വിശ്വസിക്കുന്ന കാരണം അദ്ദേഹം കാണുന്നില്ലേ, ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തുന്ന കണ്ടിട്ടില്ലേ, ക്ഷേത്രങ്ങളിലെ ഈ ബിംബത്തിന് അഭിഷേകം ചെയ്യുന്നത് കാണുന്നില്ലേ, ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് കാണുന്നില്ലേ, ആരാധനയെല്ലാം പങ്കുചേരുന്നത് കാണില്ലേ, കൈകൂപ്പി കുമ്പിട്ട് തൊഴുന്നത് കണ്ടിട്ടില്ലേ. ഇതിലൂടെ എല്ലാം അദ്ദേഹം ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആചാരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ബോധതലത്തിലും അബോധതലത്തിലും ഒക്കെ അങ്ങ് പതിയുക ചെയ്യുന്നത്. അതാണ് അവിടുത്തെ അതിൻ്റെ രഹസ്യം. ഈ രീതിയിൽ പോകുന്ന ഒരാളിന് മാത്രമേ ശരിയായ ഇന്ത്യൻ ജനതയുടെ തനിമ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കിവിടെ വനവാസി മുതലുള്ളവരെല്ലാവരും ഈ ഒരു തനിമ ഉറങ്ങിക്കിടപ്പുണ്ട്. അതൊന്ന് പുറത്തു കൊണ്ടുവന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ എല്ലാവരും ഇദ്ദേഹത്തിനെ പിന്തുടർന്നാണ് പ്രവർത്തിക്കുന്നത്. കാരണം അത്രയും പ്രതിഭ വികസിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ഉന്നതമായ ഒരു ശ്രേണിയിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിലാകുമ്പോൾ അത് പെട്ടെന്ന് അവരിൽ ഉണരും. നമ്മുടെ മന്ത്രിമാരാരുണ്ട് മോശം? ഒന്നൊന്നിനേക്കാൾ മെച്ചമല്ലേ ഇപ്പോൾ ഇന്ത്യൻ മന്ത്രിമാരെല്ലാം, കേന്ദ്രമന്ത്രിമാരെല്ലാം അങ്ങനെയല്ലേ? ഈ റെയിൽവേ ഉൾപ്പെടെ എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും ഒന്നും പരിശോധിച്ച് നോക്കി. എന്ത് പ്രതിഭയാണ് അവരിൽ കാണുന്നത്, എന്തൊരു കപ്പാസിറ്റിയാണ്. ഇപ്പം മറ്റ് രാജ്യക്കാരും മനസ്സിൽ കാണുന്നതിന് മുൻപ് അവരെന്ത് മനസ്സിൽ കാണുമെന്ന് കണക്കൂട്ടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതാണ് മോദിയുടെ ഒരു വിശേഷം. ഇപ്പം മറ്റൊരു രാജ്യം, വേറൊരു രാജ്യം എന്ത് ചിന്തിക്കും ഈ വിഷയത്തെക്കുറിച്ച്, അവരെങ്ങനെ എന്ത് ചെയ്യും, അവരുടെ ഇപ്പം ചെയ്യുന്നതും പിന്നെ അത് പരിണാമിച്ച് വർഷം കുറച്ച് മുന്നോട്ട് പോയി അവരതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് കണക്കൂട്ടാനുള്ള കപ്പാസിറ്റിയാണ് മോദിജിക്കുള്ളത്. അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഈ 3 മാനസിക തലങ്ങളിലുള്ള വികസനത്തിൻ്റെ ഗുണം. ഇവിടെ ഓരോ വ്യക്തിക്കും ആ കപ്പാസിറ്റി ഉണ്ട്, നമ്മളിലൊക്കെ അതുണ്ട്. നമുക്കതിനുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടാണ്. ആ സാഹചര്യങ്ങളൊക്കെ നമുക്കതിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ഉണരും. ആ കപ്പാസിറ്റി നമ്മൾ ഓരോരുത്തരും ഉണരും. നമ്മളും ഓരോരുത്തരും അതിശക്തമായ പ്രതിഭാസമ്പന്നന്മാരാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നവരല്ലേ, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരല്ലേ, ഇല്ലേ?
അവിടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാറില്ലേ? അവിടെ അഭിഷേക ജലം നമ്മൾ സേവിക്കാറില്ലേ? അവിടുന്ന് പൂജിച്ച് കിട്ടുന്ന ചന്ദനം തൊടാറില്ലേ? നമ്മളുടെ പേരിൽ അർച്ചന നടത്താറില്ലേ? നമ്മളവിടെ സംഭാവനകൾ ചെയ്യാറില്ലേ? നമ്മൾ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളവിടെ കാഴ്ചവെക്കാറില്ലേ? അവിടുത്തെ ഉത്സവം ഉൾപ്പെടെ ഉള്ള ചടങ്ങുകളിലൊക്കെ യാഗങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുന്നില്ലേ? എല്ലാത്തിലും പങ്കുചേരുന്നുണ്ട്. അവിടുന്ന് അതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇതാണ് ഈ മനസ്സിൻ്റെ 3 തലങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിസമർത്ഥമായ അതിശക്തമായ ചില പ്രകൃതി നിയമങ്ങൾ മനുഷ്യനിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, കാരണം നമ്മളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയുള്ളതാണ് അവിടെ ആ തയ്യാറാക്കിയിരിക്കുന്ന പൂജാക്രമങ്ങളെല്ലാം തന്നെ. അതൊന്നും അറിയണം. അവിടെ ഒന്നുമില്ല, കല്ലായിരിക്കുന്നത് എന്നൊന്നും തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോകാതിരിക്കരുത്. മണ്ടത്തരം അത്. ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്നതിൻ്റെ പ്രതിഭ വികസിക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് നോക്കി. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും നമ്മളുടെ ക്ഷേത്ര ആരാധകരാണെന്ന് ഓർത്തോണം. അവിടെ ദൈവം ഇരിപ്പണമെന്ന് കണ്ടല്ല അവർ പോകുന്നത്. അവിടുത്തെ മനഃശാസ്ത്രമാണ് ഈ നമ്മൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. അവിടുത്തെ ആചാരക്രമങ്ങൾ മുഴുവൻ മനഃശാസ്ത്രം, അതായത് അബോധതലം, ഉപബോധതലം, ബോധതലം, ഈ 3 തലങ്ങളെ മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ തക്ക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതെന്താണെന്ന് അറിയണ്ട. നമ്മൾ ഒരു ഒരു ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ ഇതെന്താണെന്ന് അറിയണമെന്നില്ല, നമ്മുടെ അകത്ത് എന്താ പ്രവർത്തിച്ചു തുടങ്ങില്ലേ അസുഖം മാറാൻ തക്കി എന്നതുപോലെയാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു രഹസ്യം. സനാതന ധർമ്മത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റൊരു ഒരു സംസ്കാരവും ലോകത്ത് ഇന്നില്ല, ഉണ്ടായിട്ടുമില്ല. ഇത് ഇന്നും അനേകായിരം വർഷം കഴിഞ്ഞിട്ട് ഒരുപോലെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടുത്തെ ഈ ഇതൊന്നുമല്ല, ഈ പൂജാരികളൊക്കെ അവർ യോഗികൾ പറയുന്നത് ചെയ്യുന്നതേ ഉള്ളൂ, പ്രാവർത്തികമാക്കുന്നതേ ഉള്ളൂ. പ്രതിഭാസമ്പന്നന്മാർ നമ്മൾ യോഗികളാണ്. മോദി ഒരു യോഗിയാണ് സത്യത്തിൽ. അദ്ദേഹം ഒരു യോഗി തന്നെയാണ്. അത്തരം യോഗികളാണ് നമുക്ക് മുമ്പുണ്ടായിരുന്നത് മുഴുവൻ. അവർ ഭൂരിഭാഗവും വനത്തിലാണ് വസിച്ചിരുന്നത്. സ്വതന്ത്രമായിട്ട് അവർക്ക് ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് പ്രപഞ്ചത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്. അപ്പം മോദി ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് നാട് ഭരിക്കുന്നു. പട്ടേൽ ശരിയായ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി തന്നെ ജീവിച്ചയാളാണ്. ഇതുപോലെ വേറെ പലരുമുണ്ട്. അത് ഓരോരുത്തരും പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. 2 മാതൃകൾ ഞാൻ പറഞ്ഞതാണ്. സനാതനധർമ്മത്തിൽ വിശ്വസിക്കൂ, അതിൻ്റെ ഗ്രന്ഥങ്ങളും തത്വങ്ങളും പഠിക്കൂ. നമ്മുടെ ഉന്നതന്മാരെല്ലാം ചെയ്യുന്നൊരു കാര്യമല്ലേ. ഇതിനകത്ത് അർത്ഥമില്ല എന്നുള്ള ആ അറിവില്ലായ്മ നമ്മൾ ഗ്രഹിക്കാനുള്ള ശേഷിക്കുറവ് അതങ്ങ് മാറ്റിവെക്കൂ. എന്നിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തൂ, അവിടെ പ്രാർത്ഥിക്കൂ, കാണിക്കയിടൂ, അവിടെ തീർത്ഥം വാങ്ങി കഴിക്കൂ, ചന്ദനം വാങ്ങി നെറ്റിയിലിടൂ, അവിടെ ചെന്ന് പാരായണം നടത്തൂ, മന്ത്രങ്ങൾ ഉരുവിടൂ. ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും 3 മാനസിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് വളരാൻ പറ്റുന്നത്. അത് മോദിയിലൂടെ നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ടും കുറേ ആൾക്കാർ ആവശ്യം ചിന്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ.